നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ സൈന്യാധിപ ഈ ശുശ്രൂഷയിലേക്ക് 4-ാം ദിവസവും നമ്മളെ കൊണ്ടുവന്ന നല്ലവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് തിരുസഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മറ്റൊന്നുമല്ല, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, സഭയ്ക്ക് വലിയൊരു ആത്മീയ വസന്തം അദ്ദേഹത്തിലൂടെ സഭയ്ക്ക് ലഭിച്ച വലിയൊരു നാളുകളുണ്ട്. ലോക സുവിശേഷവൽക്കരണം 2000 പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ 2 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നത്. ഒന്ന്, അദ്ദേഹം ശക്തനായ ഒരു സുവിശേഷകനായിരുന്നു. എവിടെയും ഏത് രാജ്യത്ത് നിന്നാലും കർത്താവിനെ മഹത്വപ്പെടുത്തി. അതോടൊപ്പം വരും തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം തുടക്കമിട്ടതാണ് യുവജനങ്ങൾക്കായിട്ടുള്ള യൂത്തിന് വേണ്ടി വലിയൊരു കൺവെൻഷൻ. എല്ലാ രാജ്യങ്ങളെ യുവജനങ്ങളെ സഭയുടെ കുടക്കീഴിൽ ഒന്നിച്ചു കൊണ്ടുവന്ന് അവരെ സഭയോട് ചേർത്ത് നിർത്തി ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനായിട്ട്. അതോടൊപ്പം അദ്ദേഹം ചെയ്ത ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ക്രിസ്തു ജയന്തി 2000. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. അതിനുവേണ്ടി 1990 10 വർഷം നീണ്ടു നിൽക്കുന്ന സുവിശേഷ ദശകം അദ്ദേഹം പ്രഖ്യാപിച്ചു. അതുവഴി ലോകമെമ്പാടും നവീകരണത്തിലും എല്ലാ മേഖലയിലും വലിയ വലിയ മുന്നേറ്റങ്ങൾ നടന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടങ്ങളിൽ നമ്മൾ പാടിയൊരു പാട്ടുണ്ട്, ആകാശത്തിന് കീഴെ മനുഷ്യർക്കായി രക്ഷിക്കാൻ നൽകിയിരിക്കുന്ന ഏകനാമം യേശുവിൻ്റെ നാമമാണ്. ആ കാലഘട്ടങ്ങളിൽ ഉരുത്തിരിഞ്ഞതാണ് ഇന്ന് ഈ കാണുന്ന എല്ലാ മിനിസ്ട്രികളും. കേരളത്തിലുള്ള 100ഓളം ധ്യാന കേന്ദ്രങ്ങൾ, ഷാലോം, ജീസസ് യൂത്ത്, ക്രിസ്റ്റീൻ, അതുപോലെ മുന്നേറ്റങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. എല്ലാ നവീകരണ മുന്നേറ്റത്തിൻ്റെയും ശ്രദ്ധ അല്ലെങ്കിൽ കേന്ദ്രമെന്ന് പറയുന്നത് പരിശുദ്ധ പിതാവിലൂടെ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട സുവിശേഷ ദശകം എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാ ജനതകൾക്കും, എല്ലാ ഗോത്രങ്ങൾക്കും, എല്ലാ ജാതികൾക്കും പങ്കുവെച്ച് കൊടുക്കുക എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മളെയും വിളിക്കുന്നു മറിയത്തോടൊപ്പം ഈ വലിയൊരു ദൗത്യം ചെയ്യുവാൻ. ലോകം മുഴുവനുള്ള എല്ലാ വ്യക്തികളിലേക്കും ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രകടമാക്കുവാൻ. എന്തിനാണെന്നറിയാവോ? നമ്മൾ ക്രിസ്തു ജയന്തി 2000 വലിയ ആഘോഷത്തോടെ ആഘോഷിച്ചു. എന്നാൽ വരാൻ പോകുന്ന മറ്റൊരു വലിയൊരു ആഘോഷമുണ്ട്. അത് മറ്റൊന്നുമല്ല, 2033 തിരുസഭയുടെ മഹാജൂബിലിയാണ്. പ്രിയപ്പെട്ടവരെ, 2000 നമ്മൾ ക്രിസ്തു ജയന്തി മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ 2033 തിരുസഭയിൽ വലിയ ആഘോഷമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടാണ് യേശുവിൻ്റെ മരണം സംഭവിച്ചിട്ട് 2000 വർഷമാകുന്നു. യേശു ഉത്ഥാനം ചെയ്തിട്ട് 2000 വർഷമാകുന്നു. യേശു സ്വർഗാരോഹണം ചെയ്തിട്ട് 2000 വർഷമാകുന്നു. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് കടങ്ങി വന്നിട്ട് 2000 വർഷമാകുന്നു. അതുമാത്രമല്ല, തിരുസഭയ്ക്ക് തുടക്കം കുറിച്ച് 2000 വർഷമാകുന്നു. പരിശുദ്ധ പിതാവിനെ അല്ലെങ്കിൽ മാർപ്പാപ്പയെ നമുക്ക് ലഭിച്ച് 2000 വർഷമാകുന്നു. പരിശുദ്ധ കുർബാനയ്ക്ക് തുടക്കം കുറിച്ചിട്ടും 2033 2000 വർഷം തികയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി ഒരുങ്ങുവാൻ സ്വർഗത്തിലെ സൈന്യാധിപയായ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. ഇപ്രകാരം ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് അദ്ദേഹത്തിന് ഇപ്രകാരമൊക്കെ വലിയ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഒരു പ്രധാന കാരണമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ കാണുന്നത് ക്രിസ്തുവുമായിട്ടുള്ള വലിയ ബന്ധവും ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ അതിന് അദ്ദേഹത്തിന് പ്രചോദനം കൊടുത്തത് പരിശുദ്ധ അമ്മയാണെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എതിരെ ഒരു വധശ്രമം ഉണ്ടായി. അദ്ദേഹം അപകടനില തരണം ചെയ്തു. സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫാത്തിമ മാതാവിൻ്റെ അടുത്ത് പോയി തൻ്റെ ശരീരത്തിൽ ജീവൻ അപഹരിക്കാൻ വേണ്ടി വന്ന വെടിയുണ്ട മാതാവിനും സമർപ്പിച്ച് ലോകത്തിന് സാക്ഷ്യം വഹിച്ചത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഏറ്റുപാടിയ അദ്ദേഹത്തിലൂടെ സുവിശേഷ ദശകത്തിന് തുടക്കമിട്ട് അതുവഴി ആഗോള സഭയ്ക്ക് ഒരു ആത്മീയ വസന്തം ലഭിച്ചതുപോലെ വരും നാളുകളിൽ കർത്താവ് കേരള സഭയിലൂടെ ലോകത്തിന് മുഴുവൻ ഒരു വലിയൊരു ആത്മീയ വസന്തം കൊടുക്കുവാൻ
ഒരു ഉണർവ് കൊടുക്കുവാൻ കാരണമാകട്ടെ. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമുക്കിപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകിയിരിക്കുന്ന ഒരേ ഒരു നാമം യേശുനാമമാണ്. ആ നാമം ഏറ്റുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വചനം കേൾക്കാനായിട്ട് നമുക്കൊരുങ്ങാം. നിങ്ങളെവിടെയാണെങ്കിലും കൈയടിച്ച് സന്തോഷത്തോടെ നമുക്ക് പാടാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ചേർത്ത് പാടാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. അതെ, യേശുനാമം മാത്രം. ആ യേശുവിനെ ഉച്ചത്തിൽ പ്രഘോഷിക്കുവാൻ, ലോകം മുഴുവനുള്ള 740 കോടി ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്യുവാൻ, നമ്മളെ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നു. അറിയാവുന്നവരെല്ലാം നിങ്ങൾ എവിടെയാണെങ്കിലും ഈ ഗാനം ഞങ്ങളോടൊപ്പം ഏറ്റുപാടുക. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യേശുനാഥനല്ലയോ പ്രവാചക. കർത്താവ് യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിലെ പിതാവായ ദൈവം പരിശുദ്ധ അമ്മയിലൂടെ യേശുവിനെ നമുക്ക് നൽകി. യേശു മാത്രമാണ് എല്ലാത്തിനും ഉത്തരം. ആ യേശുവിനെ നാമം ഉച്ചത്തിലേറ്റ് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാന്നിധ്യം വെളിപ്പെടട്ടെ. ഈ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. യേശു എവിടെയുണ്ടോ അവിടെ സ്വർഗത്തിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ യേശു വരുമ്പോൾ സ്വർഗം മുഴുവൻ നിങ്ങളിലേക്ക് വരികയാണ്. കർത്താവേ, അങ്ങ് ഈ സമയം ഞങ്ങളെ വലിയ ശുശ്രൂഷകരാക്കി മാറ്റണമേ. ലോകത്തിന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള അഭിഷേകം തരണമേ. എവിടെയും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ തരണമേ. വഴിയും സത്യവും ജീവനും യേശു മാത്രമല്ലയോ, പരനേക മധ്യസ്ഥൻ. താതന്നരികിൽ ചെല്ലാനുള്ളൊരു വഴിയല്ലോ യേശു, ഏക വഴിയല്ലോ യേശു. വഴിയും സത്യവും ജീവനും യേശു മാത്രമല്ലയോ, പരനേക മധ്യസ്ഥൻ. താതന്നരികിൽ ചേരാനുള്ളൊരു വഴിയല്ലോ യേശു, ഏക വഴിയല്ലോ യേശു, ഏക വഴിയല്ലോ യേശു. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, ഉച്ചത്തിലേക്ക് പാടുക. കർത്താവിന്റെ മഹത്വം, യേശു നൽകുന്ന വിടുതൽ, സൗഖ്യമെല്ലാം നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ പ്രകടമാകട്ടെ. യേശുനാമമല്ലാതെ, 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 യേശുനാമമല്ലാതെ. കരങ്ങൾ ഉയർത്തി
നല്ലവനായ ദൈവത്തെ ഒന്നുയർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നിനക്ക് നന്ദി പറയുന്നു. ദൈവമേ നിനക്ക് നന്ദി പറയുന്നു. ദൈവമേ നിനക്ക് നന്ദി പറയുന്നു. ദൈവമേ നിനക്ക് നന്ദി പറയുന്നു. ദൈവമേ നിനക്ക് നന്ദി പറയുന്നു. യേശുവേ നിനക്ക് നന്ദി പറയുന്നു. ഏകസത്യ ദൈവമേ നിനക്ക് നന്ദി പറയുന്നു. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, നന്ദി, നന്ദി. ആ കൈകളൊക്കെ അദ്ദേഹത്തോട് ചേർത്ത് പിടിച്ച് യോഹന്നാൻ 3:14 പ്രകാരം വായിക്കുന്നു: ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മെ സ്നേഹിച്ചു, നമ്മുടെ കുടുംബത്തെ സ്നേഹിച്ചു, ഈ ലോകം മുഴുവൻ സ്നേഹിച്ചു. ആ പിതാവിൻ്റെ സ്നേഹത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് പിതാവേ, ദൈവമേ, അവ പിതാവേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നെന്ന് പാടി പ്രാർത്ഥിക്കാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാനെന്നും ആരാധിക്കും ദൈവപിതാവേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ മാനിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാനെന്നും ആരാധിക്കും ഈശോയേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാനെന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് പ്രത്യേകമായിട്ട് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തെ സ്നേഹിക്കുവാൻ, പുത്രനായ യേശുവിനെ സ്നേഹിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുവാൻ ദൈവം ഓരോ നിമിഷവും നമ്മൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ബൈബിളിൽ എഫേസസ് ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 20-ാമത് ഇപ്രകാരം വാക്യമുണ്ട്: അപ്പോസ്തലന്മാരും പ്രവാചകരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ പിതാവായ ദൈവം നമുക്ക് നൽകി. ഈ യേശുവിനെക്കുറിച്ച് എഫേസസ് ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുകയാണ്: ഈ മൂലക്കല്ല്, നമ്മൾ പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ വ്യക്തിപരമായി നമ്മൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. കുടുംബപരമായിട്ട് ധാരാളം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മളായിരിക്കുന്ന സഭ ധാരാളം പ്രശ്നങ്ങളുടെയും വൈഷമ്യങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഞാനാകുന്ന വ്യക്തി, എൻ്റെ കുടുംബം, എൻ്റെ സഭ തകരാതിരിക്കണമെങ്കിൽ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു: ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ പണിത് ഉയർത്തപ്പെടണമെന്ന്. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്രിസ്തുവിൽ പണിതുയർത്തപ്പെടുക. 1 പത്രോസ് അതിന് 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു: പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ക്രിസ്തുവിൽ പണിതുയർത്തുന്നത് മാത്രമേ നിലനിൽക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ഒരു കഥ അല്ലെങ്കിൽ ഒരു ഉപമ നമ്മളോട് പറയുന്നുണ്ട്. പാറമേൽ പണിതുയർത്തപ്പെട്ട ഭവനവും മണൽപ്പുറത്ത് പണിതുയർത്തപ്പെട്ട ഭവനവും, രണ്ടിൻ്റെ മേലും ശക്തമായിട്ട് കാറ്റടിച്ചു. പാറമേൽ പണിതുയർത്തപ്പെട്ട ഭവനം എല്ലാ കാറ്റിനെയും കോളിനെയും അതിജീവിച്ച് നിലനിന്നപ്പോൾ മണലിൻ്റെ പുറത്ത് പണിതുയർത്തപ്പെട്ടിരിക്കുന്ന ഭവനം കാറ്റും കോളും ഉണ്ടായപ്പോൾ തകർന്നടിഞ്ഞ അവസ്ഥ. ഇന്ന് ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും നമ്മളാകുന്ന സഭയും
പല തകർച്ചകളും നേരിടുന്നുണ്ടെങ്കിൽ, ആടി ഒലയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തകർന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടിരിക്കുന്നു. നമുക്കിന്ന് ഈ 4-ാം ദിവസത്തെ സൈന്യാധിപയുടെ ഈ സ്വർഗത്തിലെ സൈന്യാധിപ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിലേക്ക് തിരിച്ചു വരണം. ക്രിസ്തുവിൽ പണിയപ്പെടുന്നത് മാത്രമേ പ്രിയപ്പെട്ടവരെ നിലനിൽക്കത്തുള്ളൂ. ബാക്കിയെല്ലാം താൽക്കാലികമായി ഓരോ കാര്യങ്ങൾ വേണ്ടി പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മൾ പലപ്പോഴും ഇന്ന് കൊറോണയുടെ കാലഘട്ടമാണ്, അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക മേഖല തകർക്കപ്പെടുന്നു, ഒത്തിരിയേറെ വിഷമങ്ങൾ കടന്നു പോകുന്നു. ക്രിസ്തുവാകുന്ന പാറമേൽ ഉള്ള വ്യക്തിയെ സംബന്ധിച്ചോളം ഈ പ്രതിസന്ധികളുടെ നടുവിലും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കും. അല്ലാതെ ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നാം നിലനിൽക്കുന്നെങ്കിൽ ഈ കാറ്റും കോളത്ത് നമ്മൾ തകർന്നു വീഴും. ഇവിടെ ഇന്ന് എന്നെ ശ്രവിക്കുന്ന ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും തകർച്ചയുടെ വക്കിലാണെങ്കിൽ നിങ്ങൾ തിരിച്ചു വരിക. ക്രിസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തിയാൽ കർത്താവ് നിങ്ങളെ ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, തകർച്ചയുടെ ഘട്ടത്തിൽ കർത്താവ് കൈ പിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. അവിടെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കാൻ ദൈവം നമ്മളെ വിളിക്കുന്ന പറയും. ദാനിയേൽ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു പ്രവചനത്തെക്കുറിച്ചാണ്. വലിയൊരു രൂപം അല്ലെങ്കിൽ ഒരു പ്രതിമ നിൽക്കുന്നു. ആ പ്രതിമയുടെ മേൽ ഒരു കുഞ്ഞ് കല്ല് വന്ന് തട്ടിയപ്പോൾ ആ പ്രതിമ തകരുന്നതായിട്ട് ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കെതിരെയും തിരുസഭയ്ക്കെതിരെയും നമ്മളാകുന്ന കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന എത്രയും പ്രബലമായ വിഗ്രഹമാകുന്ന ശത്രു വന്നോട്ടെ, ആ ശത്രുവിനെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ തകർക്കുവാൻ നമുക്ക് സാധിക്കും. അതിനാൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ, ക്രിസ്തുവിനെ നിരന്തരം ഏറ്റുപറയുവാൻ, ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹം ആവോളം അനുഭവിക്കുവാൻ, ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനും നമ്മൾ ആഗ്രഹിക്കുക. ഇങ്ങനെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന വ്യക്തിക്ക് ജീവിതയാത്രയിൽ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും പിടിച്ചു നിൽക്കുവാനും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും സാധിക്കും. നമ്മൾ വെളിപാട് പുസ്തകം എടുക്കുമ്പോൾ കാണാൻ സാധിക്കും, ഒരു യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം, അവിടെ 12-ാം അധ്യായത്തിൽ അതിൻ്റെ ഹെഡിങ് തന്നെ സ്ത്രീയും ഉഗ്രസർപ്പവും. പ്രിയപ്പെട്ടവരെ, സ്ത്രീയും ഉഗ്രസർപ്പവും ഹെഡിങ് കൊടുത്തിരിക്കുകയാണ്. ഇത് സ്വർഗത്തിലെ ഒരു അടയാളത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹായിലൂടെ ഒരു വെളിപാട് ദൈവം നമുക്ക് തരികയാണ്. അവിടെ 3-ാം വാക്യത്തിൽ പറയുന്നു, സാത്താനെക്കുറിച്ച് ഒരു വിവരണം തരുന്നു. 4-ാം വാക്യത്തിൽ പറയുന്നു, എന്ത് ചെയ്യുന്നു? സാത്താൻ ഒരു കാര്യം ചെയ്യുകയാണ്. സ്ത്രീ പ്രസവിക്കുന്ന കുട്ടിയെ വിഴുങ്ങാൻ ആഗ്രഹിക്കുന്നു, അവൻ കാത്തു നിൽക്കുന്നു. ഈ സ്ത്രീ പ്രസവിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഈ യേശുവിനെ വിഴുങ്ങുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വാസ്തവത്തിൽ ഈ വാക്യം ഇന്ന് നമ്മളോട് കർത്താവ് പറയുന്നതാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, മിനിസ്ട്രിയുടെ ജീവിതത്തിൽ, മിനിസ്ട്രിപരമായ ജീവിതത്തിൽ, സഭയുടെ എല്ലാ മേഖലയിലും സാത്താൻ ചെയ്യുന്നൊരു കാര്യമാണ് ക്രിസ്തുവിനെ അതിൽ നിന്ന് മാറ്റിക്കളയുക, ക്രിസ്തുവിൻ്റെ മഹത്വം മാറ്റിക്കളയുക. എല്ലാം ആരംഭിക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണെങ്കിലും നാം ജീവിതയാത്രയിൽ ഒരു മിനിസ്ട്രി ആയിക്കോട്ടെ, ഒരു സ്കൂളായിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലായിക്കോട്ടെ, തുടങ്ങുന്നത് പ്രാർത്ഥനയിലും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവാകുന്ന മൂലക്കലിൽ നിന്നാണെങ്കിലും പ്രിയപ്പെട്ടവരെ, വളർച്ചയിൽ നമ്മൾ അറിയാതെ നഷ്ടപ്പെടുന്നൊരു കാര്യമാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹവും ക്രിസ്തുവിനോടുള്ള ബന്ധവും നഷ്ടപ്പെടുന്നു. അതിന് മറ്റൊന്നുമല്ല കാരണം. ആ കാരണം ഇതാണ്, സാത്താൻ നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിനെ വിഴുങ്ങാൻ ആഗ്രഹിക്കുന്നു. നമ്മളിലൂടെ ക്രിസ്തു മഹത്വപ്പെടാതിരിക്കാനായിട്ട് സാത്താൻ ആഗ്രഹിക്കുന്നു. അതിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ വിഴുങ്ങാൻ നിൽക്കുന്ന നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിനെ വിഴുങ്ങുവാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. മറിച്ച് ഏതൊരു സമയത്തും, ഏതൊരു കാലത്തും, ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ചയുടെ നടുവിലാണെങ്കിലും ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കുക.
അത് എൻ്റെ കർത്താവ് അറിയാതെ എന്നിലൊന്നും സംഭവിക്കത്തില്ല. ഏത് തകർച്ചയുടെ നാളിലാണെങ്കിലും കർത്താവ് അറിയാതെ സംഭവിക്കുന്നില്ല. എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു. യേശുവിനെ ഉയർത്തിപ്പിടിക്കുവാൻ ഒരുപക്ഷെ ഉയർച്ചയുടെ നാളുകൾ, ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നല്ല വീട് വെക്കാൻ അവസരം കിട്ടുന്നു, അല്ലെങ്കിൽ സാമ്പത്തികം അനുഗ്രഹിക്കപ്പെടുമ്പോഴും പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളുടെ കഴിവല്ല, ക്രിസ്തുവാണ്, യേശു ക്രിസ്തുവാണ് എന്നെ അനുഗ്രഹിച്ചതെന്ന് ഏറ്റുപറയുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങളിലേക്ക് ഒരു തിന്മയ്ക്കും അടുത്ത് വരാൻ സാധിക്കുകയില്ല. ഇന്ന് നമ്മൾ ആരെങ്കിലും വ്യക്തിപരമായിട്ടോ സഭാപരമായിട്ടോ ഒരു പ്രശ്നങ്ങളെ തകർച്ച നേരിടുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻ്റെ വ്യക്തിപരമായിട്ട് അനുഭവത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, ക്രിസ്തുവുമായിട്ടുള്ള അടിത്തറയിൽ നിന്ന് പടുതുയർത്തപ്പെടാത്തതെല്ലാം നശിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. രണ്ടാമത് ഈ അധ്യായത്തിൽ തന്നെ ഉണ്ട്, അതിൻ്റെ 12-ാം അധ്യായത്തിൽ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ക്രിസ്തുവിനെ വിഴുങ്ങാൻ ആഗ്രഹിച്ചു, പറ്റിയില്ല. അപ്പോൾ സാത്താൻ എന്ത് ചെയ്യുന്നു? അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. പിന്നീട് ശത്രുവായ സാത്താൻ ഫൈറ്റ് ചെയ്യുന്നത് പരിശുദ്ധ അമ്മയോടാണ്. അവിടെയും അവൻ പരാജയപ്പെടുന്നു. അതിനുശേഷം വീണ്ടും അതിൻ്റെ 12-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവിടെ വീണ്ടും അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവത്തിൻ്റെ കൽപ്പന കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ഇവിടെ ഇന്ന് നമ്മൾ ഒരു ആത്മീയ യുദ്ധത്തിൻ്റെ വക്കിലാണ്. നമ്മൾ നേരിട്ട് തിന്മയുമായിട്ട് യുദ്ധമാണ്. ഇവിടെ ഈ തുടക്കത്തിൽ ഞാൻ തുടങ്ങി പറഞ്ഞ അധ്യായം, ഇവിടെ ഒരു വാക്ക് നമുക്കൊരു വിജയം നമുക്കാന്ന് ഉറപ്പ് തരുന്നുണ്ട്. അവൻ അതിൻ്റെ 18-ാം അധ്യായത്തിൽ പറയുന്നു, അതിൻ്റെ 12-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ശത്രു അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. ശ്രദ്ധിക്കണം, നാം ക്രിസ്തുവാകുന്ന പാറയിലാണ് ഉറച്ചു നിൽക്കുന്നത്. ശത്രുവായ സാത്താൻ നിൽക്കുന്നത് മണൽപ്പുറത്താണ്. അതെ, നിന്റെ ഉള്ളിൽ ലഭിച്ചിരിക്കുന്ന അഭിഷേകവും നിന്റെ കരുത്തും നീ നിൽക്കുമ്പോൾ നിന്റെ മുമ്പിൽ സാത്താനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അതിനാൽ പ്രിയപ്പെട്ടവരെ, എല്ലാ വിധത്തിലും നീ ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിൽക്കുക. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന, ക്രിസ്തുവാകുന്ന സഭയെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന നേതാക്കന്മാരെ നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ നമ്മുടെ ശബ്ദം എല്ലാ മേഖലയിലും ഉയർന്നു നിൽക്കാൻ, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ, ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കുവാൻ അതിന് തയ്യാറുള്ള നേതൃത്വത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. ഇന്നത്തെ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പല ധ്യാന ടീമുകളെയും കാണുവാൻ എവിടെയിരുത്തി, പല സമുദായ നേതാക്കന്മാരെയും കാണുവാൻ ദൈവം ഇടവരുത്തി. അവരുമായിട്ട് സമകാലിക രാഷ്ട്രീയ സംഭവങ്ങൾ, ഇപ്പോൾ നടക്കുന്ന ചുറ്റുപാട് നടക്കുന്ന സമൂഹത്തിലുണ്ടായിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം പങ്കുവച്ചു. ഇവിടെ അവരെല്ലാവരും പറഞ്ഞു, ഇതെല്ലാം ഞങ്ങൾക്കറിയാം. പക്ഷെ ഇതിനൊരു ഉത്തരമുണ്ട്. ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികൾ നേതൃത്വത്തിൽ വരണം. പക്ഷേ എല്ലാവരും പറയുന്നൊരു വാക്കുണ്ട്, എന്താ ചെയ്യേണ്ടതെന്നറിയത്തില്ല, എന്താ ചെയ്യേണ്ടതെന്നറിയത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ചെയ്യേണ്ടതാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന, സമുദായത്തെ സ്നേഹിക്കുന്ന ഉന്നതരായ നേതാക്കന്മാർ സഭയിൽ ഉദയം ചെയ്യണം. സ്വർഗത്തിലെ സൈന്യാധിപയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാം, വലിയൊരു പുതിയൊരു നേതൃത്വ നിര ഈ കേരള സഭയിൽ ഉടലെടുക്കും. കാരണം കേരള സഭയാകുന്ന അടിത്തറയുടെ മേലാണ് വരും നാളുകളിൽ ആഗോള സഭയ്ക്ക് വലിയ ഉണർവ് ദൈവം പ്രദാനം ചെയ്യുന്നത്. തിരുസഭയുടെ മഹാജൂബിലിയായ 2033 സഭയെ ഒരുക്കുവാനും യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനായി ലോകത്തെ ഒരുക്കുവാനും വിളിക്കപ്പെട്ട ദൗത്യം ലഭിച്ചിരിക്കുന്നത് കേരള സഭയ്ക്കാണ്. ആ സഭയിൽ ഒരു വലിയ ആത്മീയ ഉണർവിന് ദൈവം തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ, 2 മാസങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ ദാനിയേൽ ഫാസ്റ്റിംഗ്, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, 25 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട റോയ് പാലാട്ടി അച്ഛൻ്റെ കൂടെ ചേർന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. തുടർന്ന് നമ്മൾ
കഴിഞ്ഞ മാസം മിസ്ബ പ്രയർ ഈ ഷെഖ്യാന ചാനലിലൂടെ നടത്തി ആയിരക്കണക്കിന് ആൾക്കാർ പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ വീണ്ടും റോസറി വാർന്ന പേരിൽ ഈ നവംബർ ആദ്യത്തെ ആഴ്ചയിൽ 7 ദിവസം ഷാലോം ടി വിയിലൂടെ ലക്ഷക്കണക്കിന് ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായി. ഇതാ വീണ്ടും ഈ ഒക്ടോബർ അവസാനത്തെ നാളുകളിൽ ഷെഖ്യാന ചാനലിൽ വീണ്ടും നമ്മൾ സ്വർഗത്തിൻ്റെ സൈനാധിപതിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, യുവതി യുവാക്കളുടെ മേൽ, കുട്ടികളുടെ മേൽ, ഓരോ വ്യക്തിയുടെ മേലും ദൈവത്തിൻ്റെ പുത്തൻ അഭിഷേകം ജ്വലിക്കുവാൻ, ദൈവത്തിൻ്റെ പുതിയ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുവാൻ, ഇപ്രകാരം ഒരു പുതിയ നേതൃത്വം സഭയിൽ ഉദയം ചെയ്യണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്ന വലിയൊരു ഗ്രൂപ്പ് ഉദയം ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്ക് ബൈബിളിൽ 1 സാമുവേൽ പുസ്തകം അതിലെ 15-ാം അധ്യായം എടുക്കുമ്പോൾ കാലഘട്ടത്തിൽ യോജിച്ച പുതിയ നേതൃത്വം വരുവാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അവിടെ പറയുന്നുണ്ട്. 1 സാമുവേൽ പുസ്തകം അതിലെ 15-ാം അധ്യായം. അവിടെ 15-ാം അധ്യായത്തിൽ അതിന് മുമ്പ് സാമുവേൽ ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടതനുസരിച്ച് സാമുവേലിലൂടെ ദൈവം സാവൂൾ എന്ന രാജാവിനെ അഭിഷേകം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഒരു രാജ്യമായി വളർന്നു വന്നു. എന്നാൽ ജീവിതയാത്രക്കിടയിൽ ദൈവത്തിൻ്റെ കൽപ്പനയോട് അവിശ്വസ്തത കാണിച്ചപ്പോൾ സാവൂളിൻ്റെ മേലുള്ള അഭിഷേകം നഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം പാപം ചെയ്ത് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടപ്പോൾ അതിന് 15-ാം വാക്യത്തിൽ, 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, കർത്താവ് സാമുവേലിനോട് അരുളി ചെയ്തു, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. അവിടെ അഭിഷേകമുള്ള നല്ലൊരു നേതൃത്വത്തിനെ അഭിഷേകം ചെയ്ത് ഉയർത്തിയ വ്യക്തി പാപം ചെയ്ത്, അല്ലെങ്കിൽ അദ്ദേഹം ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചപ്പോൾ നേതൃത്വത്തിലുണ്ടായ അവിശ്വസ്തതയോർത്ത് ദൈവത്തിന് സങ്കടം വരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ വിളിക്കപ്പെട്ട് ഉന്നതമായ രീതിയിൽ കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി, മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി, അവൻ ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുമ്പോൾ ദൈവത്തിന് സങ്കടം വരികയാണ്. ആഗോള സഭയ്ക്ക് കേരള സഭ വലിയൊരു അനുഗ്രഹമായി മാറേണ്ട സമയമാണ്. ഒരുപക്ഷെ ഇന്ന് കേരള സഭയെ ഓർത്തും കർത്താവിന് സങ്കടം വരുന്നുണ്ടായിരിക്കാം. മിസ്ബാ സമ്മേളനത്തിൽ പ്രിയപ്പെട്ട കൊച്ചേട്ടൻ ഇപ്രകാരം പറഞ്ഞു, ഒറ്റയ്ക്ക് വളർന്ന് ഒന്നിച്ച് തകരുന്നു. എല്ലാവരും അവരുടേതായ മിനിസ്ട്രിയായിട്ട് വളർന്നു വന്നു, എന്നാൽ ഇതാ ഒന്നിച്ച് തകരുന്ന അവസ്ഥ. എന്നാൽ കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. ഇപ്രകാരം സാവൂൾ അഭിഷേകം നഷ്ടപ്പെട്ടപ്പോൾ അപ്പോൾ സാമൂൽ എന്ത് ചെയ്തെന്ന് പറയുന്നുണ്ട്. എന്ത് വചനം പറയുകയാണ്, ദൈവം പറയുന്നു, അവൻ എന്നിൽ നിന്ന് അകലുകയും എൻ്റെ കൽപ്പനകൾ നിറവേറ്റാതിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ സാമുവേൽ കോപാകുലനായി രാത്രി മുഴുവൻ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു. രാത്രി മുഴുവൻ സാമുവേൽ പ്രാർത്ഥിച്ചു. അത് ഒരു ദിവസമോ ഒരു രാത്രിയോ അല്ല പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളോളം പ്രാർത്ഥിച്ചു. കാരണം അഭിഷേകമില്ലാത്ത ഒരു നേതൃത്വമാണ് അന്ന് ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നത്. സാവൂൾ അഭിഷേകം നഷ്ടപ്പെട്ട വ്യക്തി, അദ്ദേഹത്തിന് ഒരിക്കലും യുദ്ധം, ആ സമയത്തുണ്ടാകുന്ന യുദ്ധത്തെ നേരിടാനായിട്ട് സാധിക്കുകയില്ല. ഈ വിഷമത്തോടുകൂടി വേദനിച്ച് രാജ്യത്തെ ഓർത്ത്, ഇസ്രായേലിനെ ഓർത്ത് വാവിട്ട് കരഞ്ഞ് സാമുവേൽ പ്രാർത്ഥിച്ചു. ഈ നിലവിളിയുടെ ഉത്തരമായിട്ടാണ് അതിന് 16-ാം അധ്യായത്തിൽ തുടക്കത്തിൽ വായിക്കുന്നു, കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, 1-ാം വാക്യത്തിൽ, ഇസ്രായേലിൻ്റെ രാജ്യത്ത് നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും. ഒരു ദിവസമോ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 21 ദിവസമോ 7 ദിവസമോ അല്ല പ്രാർത്ഥിച്ചത്, ദിവസങ്ങളോളം കരഞ്ഞു. ഈ കരച്ചിലിൻ്റെയും പ്രാർത്ഥനയുടെയും വെളിച്ചത്തിലാണ് പ്രിയപ്പെട്ടവരെ ദാവീദിനെ അഭിഷേകം ചെയ്യപ്പെടുന്നതും ദാവീദ് യുദ്ധരംഗത്തേക്ക് വന്ന് ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ഇവിടെ വരുന്നത്. നമുക്കിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്, അഭിഷേകത്തോടെ അധികാരത്തോടു കൂടി കേരള സഭയിൽ ഒരു പുതിയ നേതൃത്വങ്ങളുണ്ട് ഉടലെടുക്കണം. എല്ലാ മിനിസ്ട്രികൾക്ക് അതീതമായി, എല്ലാ റീത്തുകൾക്ക് അതീതമായി ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലെ തിന്മയ്ക്കെതിരെ ശക്തമായി പോരാടുവാൻ, സമൂഹത്തിൻ്റെ
എല്ലാ മേഖലയിലും യേശുവിനെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളുണ്ടാകുവാൻ, രാഷ്ട്രീയത്തിലും സിനിമയുടെ മേഖലയിലും സമസ്ത മേഖലയിലും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു നേതൃത്വം ഉണർന്നു വരേണ്ടിയിരിക്കുന്നു, ഉടലെടുക്കേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ പാടുമ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു പുതിയ നേതൃത്വം വരുവാൻ, എല്ലാ മേഖലയിലും വരുവാൻ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പാട്ട് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തി പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ മേലും ഒഴുകും. ഒരുപക്ഷെ നിങ്ങൾക്കാ വിളിയെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ദാവീദിനെ പോലെ നിങ്ങൾ പുറത്തിറങ്ങി യുദ്ധം നയിക്കുവാൻ, ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി നിൽക്കുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരട്ടെ. ഒരുമിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഒരു പുതിയ തലമുറ എല്ലാ മേഖലയിലും ഉദയം ചെയ്യട്ടെ. രാഷ്ട്രീയ രംഗത്ത് എല്ലാ ലീഡർഷിപ്പിലെയും കർത്താവിന് വേണ്ടി നിൽക്കുന്ന, യേശുവിനെ മഹത്വപ്പെടുത്തുന്ന ലീഡേഴ്സ് ഉദയം ചെയ്യട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. അഭിഷേകം അഭിഷേകം ഇറങ്ങി, സുവിശേഷത്തിന്റെ ശക്തിയാ. അഭിഷേകം അഭിഷേകം ഇറങ്ങി, സുവിശേഷത്തിന്റെ ശക്തിയാ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഒരു പുതിയ തലമുറകൾ ഉദയം ചെയ്യുവാൻ, ഒരു പുതിയ പൗലോസ് ഉണ്ടാകുവാൻ, ഒരു പുതിയ പത്രോസ് ഉണ്ടാകുവാൻ, കർത്താവേ ഈ കാലഘട്ടത്തിൽ സഭയെ നയിക്കുവാൻ ശക്തരായ നേതാക്കന്മാരെ ഉദയം ചെയ്യുവാൻ, അഭിഷേകം വീണ്ടെടുക്കുവാൻ
ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അവരുടെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദേശങ്ങൾ കീഴടക്കുവാൻ ദൈവം ഈ രാത്രിയിൽ നിങ്ങൾ അഭിഷേകം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടത് യേശുക്രിസ്തുവിനെയാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ബൈബിളിൽ യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇതാണ്, 1-2 വാക്യങ്ങൾ. നിങ്ങളെ അവിടെ പറയുന്നു, 2-ാമത്തെ വാക്യം, അവർ നിങ്ങളെ സിനഗോഗിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. ഇത് നമ്മൾ ധാരാളം വാർത്തകൾ ഇപ്രകാരം കേൾക്കാറുണ്ട്. ചില പ്രത്യേക ചില ഗ്രൂപ്പുകാർ നൈജീരിയയിലും പല രാജ്യങ്ങളിലും ക്രിസ്ത്യാനികളെ തലയിറക്കുന്നു അല്ലെങ്കിൽ വധിക്കുന്നു വാർത്തകളൊക്കെ. ഇവിടെ ഈശോ പറയുകയാണ്, അവർ എന്നെ പ്രതി എന്ത് ചെയ്യുന്നു, നിങ്ങളെ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതിന് കാരണത്തെക്കുറിച്ച് 3-ാം വാക്യത്തിൽ പറയുന്നു, അവരപ്രകാരം ചെയ്യാൻ കാരണം അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇത് ചെയ്യും. സ്വർഗസ്ഥനായ പിതാവിനെയും യേശുക്രിസ്തുവിനെയും അറിയാത്തത് കൊണ്ടാണ് ഇപ്രകാരം പ്രവൃത്തികൾ അവരുടെ ഭാഗത്തുണ്ടാകുന്നെന്ന് വചനം പറയുന്നു. നമ്മളിപ്രകാരം വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, താമസം കൊടുക്കുന്നു, അവർക്ക് വേണ്ടിയുള്ള പാർപ്പിടം ഒരുക്കി കൊടുക്കുന്നു, വിദ്യാഭ്യാസം കൊടുക്കുന്നു. എന്നാൽ പലപ്പോഴും ഇതെല്ലാം കൊടുക്കാൻ കാരണമായ ക്രിസ്തുവിനെ കൊടുക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുന്നു. ഇവിടെ ക്രിസ്തുവിനെ കിട്ടിയാൽ ഒരു വ്യക്തിക്ക് വേറെ ആളെ കൊല്ലുവാൻ ഒരിക്കലും സാധ്യമല്ല. മറിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം നിറയുമ്പോൾ അവൻ ശത്രുവിന് വേണ്ടി മരിക്കാൻ, ജീവൻ കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ്. ജീവൻ ഒരാളുടെ നിന്ന് എടുക്കുകയല്ല ചെയ്യുന്നത്, ഒരാൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ ഭീകര പ്രവർത്തനങ്ങൾക്കും ഉത്തരമെന്ന് പറയുന്നത് അവരെ സുവിശേഷവൽക്കരിക്കാനാണ്. യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞു, അവർ എന്നെയോ പിതാവിനെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അവരിങ്ങനെ ചെയ്യുമെന്ന്. ഇവിടെ നമ്മളൊരു പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ ആ വ്യക്തികളുടെ സമൂഹത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയല്ല, പ്രാർത്ഥനയല്ല വേണ്ടത്. മറിച്ച് അവരെ സുവിശേഷവൽക്കരിക്കുവാനുള്ള കൃപ ദൈവമേ നീ എനിക്ക് തരണമേ. ഈ കാലഘട്ടത്തിൽ ക്രിസ്തു നമ്മളെ വിളിക്കുകയാണ് അവരെ സുവിശേഷവൽക്കരിക്കുവാൻ. പുറപ്പാടിൻ്റെ പുസ്തകം അതിന് 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശം ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ പോകുകയാണ്. പോകുന്ന വഴിക്ക് അവർ വലിയൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ പെടുകയാണ്. അത് മറ്റൊന്നുമല്ല, മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോൻ്റെ സൈന്യം. മോശയുടെ നേതൃത്വത്തിൽ ജനം ഒന്നിച്ചു നിൽക്കുന്നു. പക്ഷെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ സഭയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ആ സമൂഹത്തിനുള്ളിൽ അസ്വസ്ഥതകളുണ്ടാകുകയാണ്, പരസ്പരം പഴിചാരുകയാണ്, കുറ്റപ്പെടുത്തലുണ്ടാകുകയാണ്. അപ്പോൾ ദൈവം മോശയോട് പറയുന്ന ഒരു വാക്കുണ്ട്. അതിന് 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? മുന്നോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. ശ്രദ്ധിക്കുക, നീ എന്നെ വിളിച്ച് എന്തിന് കരയുന്നു? മുന്നോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ. ഇത് കർത്താവ് ഈ സ്വർഗത്തിലെ സൈന്യാധിപ ഈ പ്രാർത്ഥനയുടെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ദാനിയേൽ ഫാസ്റ്റിംഗ് തുടങ്ങി, റോസറി ബാറിലെത്തി, അവിടെ വീണ്ടും ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ
സൈന്യങ്ങളുടെ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള മറ്റൊരു പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഒരുപക്ഷെ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നൊരു വാക്കുണ്ട്, നീ എഴുന്നേറ്റ് മുന്നോട്ട് പോകുക. ദൈവം പറയുകയാണ്, ഈ കാലഘട്ടത്തിൽ നീ ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചു, ശക്തി സ്വീകരിച്ചു, കൃപകൾ സ്വീകരിച്ചു. ഇനി നീ ഇരിക്കേണ്ടവനല്ല, പുറത്തേക്കിറങ്ങി ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം വിളിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ജോഷുവ പുറപ്പാട് പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിൽ ദൈവം നമ്മളെ വിളിക്കുന്നു. 2 ദൗത്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശം ലക്ഷ്യമാക്കി ജനം പോകുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അമലേക്കരുമായി യുദ്ധത്തിന് വരികയാണ്. ഈ യുദ്ധസമയത്ത് 2 കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആ യുദ്ധത്തിന് സമയത്ത് അതിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം ഇസ്രയേൽ വിജയിച്ചു കൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്കർക്കായിരുന്നു വിജയം. വചനം പറയുകയാണ്, മോശ ശക്തമായിട്ട് മലയുടെ മുകളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ജോഷുവ ശത്രുവിനോട് മുഖാമുഖം നിന്ന് നേരിട്ട് യുദ്ധം ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഈ കാലുകളിൽ മോശയുടെ ദൗത്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ ദിവസവും നമ്മൾ നിരവധി കൊന്ത ചൊല്ലിയും ബൈബിൾ വായിച്ചും സ്വയം വിശുദ്ധീകരിച്ചും സഹനങ്ങൾ കാഴ്ചവെച്ചും പ്രാർത്ഥിച്ചു. ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ ഉള്ളിലുള്ള ജോഷുവ ഉദയം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ജോഷുവായെ ദൈവം ഈ രാത്രിയിൽ അഭിഷേകം ചെയ്യുകയാണ്. കാലഘട്ടത്തിൽ ചോദിച്ച പുതിയ ജോഷുവ ഉദയം ചെയ്യുവാൻ, പുതിയ ജോഷുവ ഉദയം ചെയ്യുവാൻ. മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ജോഷുവ പ്രിയപ്പെട്ടവരെ ശത്രുവിൻ്റെ മുമ്പിൽ മരണത്തെ മുഖാമുഖം ദർശിച്ചുകൊണ്ട് ശത്രുവിനെതിരെ പോരാടുകയാണ്. ഇതേപോലെ പോരാടുന്ന ഒരു നേതൃത്വം വരും നാളിൽ കേരള സഭയിൽ ഉദയം ചെയ്യണം. ഇന്ന് അനേകർ മോശയെപ്പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട്. അനേകർ ശക്തമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയുടെ റിസൾട്ടായിട്ട് വരേണ്ടത് പ്രിയപ്പെട്ടവരെ, ഈ വർഷവും അല്ലെങ്കിൽ ജപമാല മാസം കഴിയുമ്പോൾ പ്രാർത്ഥന നിന്ന് വീണ്ടും നമ്മളെല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കാന്നല്ല, മറിച്ച് ജോഷുവായെ പോലെ യുദ്ധത്തിൻ്റെ ഏറ്റവും മുമ്പിലേക്ക് പോയി മരണത്തെ മുഖാമുഖം ദർശിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികൾ ഉദയം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് തരും. ഞാൻ ഓർക്കുന്നൊരു കുഞ്ഞ് കഥ പറയുകയാണ്. ആ കഥ ഇതാണ്. ഒരു കുട്ടി ഒരു വിളക്ക് കൈപ്പിടിച്ച് ക്രിസ്മസിൻ്റെ നാളിൽ പടക്കം പൊട്ടിക്കുകയാണ്. പടക്കം തീ പിടിപ്പിക്കുന്നു, പടക്കം വലിച്ചെറിയുന്നു. അങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കെ ഇവിടെ ആ കുട്ടി അറിയാതെ പടക്കത്തിന് പകരം വിളക്കെടുത്തെറിഞ്ഞു, കയ്യിലിരുന്ന് പടക്കം പൊട്ടി. ഒരു പക്ഷേ ഇന്ന് അനേക ശുശ്രൂഷകരുടെ ജീവിതത്തിൽ ഇപ്രകാരം ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായിരിക്കാം. ഭയപ്പെടരുത്. കർത്താവ് ഒരിക്കൽ കൂടി നിന്നെ ഉണർത്തുകയാണ്. സ്വർഗത്തിൻ്റെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശക്തമായി തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട്, അവിടെ നിന്റെ ജീവൻ അർപ്പിക്കുവാൻ, സുവിശേഷത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ. ഞാൻ ഓർക്കുന്നു, കുറേ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സ്റ്റാച്ചു അല്ലെങ്കിൽ പ്രതിമയിൽ നിന്ന് പലയിടത്തും രക്തക്കണ്ണുനീരൊഴുകി. എൻ്റെ പൊട്ട ബുദ്ധിയിൽ ഞാൻ നോക്കി, രക്തക്കണ്ണുനീർ ഒഴുകിയ സ്ഥലത്തോടൊക്കെ ആൾക്കാർ ഓടിക്കൊടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി, ക്രിസ്ത്യനിലുണ്ട് മാതാവിൻ്റെ സ്റ്റാച്ചു കൊണ്ട് അവിടെയും രക്തം ഒഴുകുകയാണെങ്കിൽ ഒത്തിരി പേര് ഒരുമിച്ച് വരും. അങ്ങനെ ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രം കൂടുതൽ അനുഗ്രഹിക്കപ്പെടും. അതിനാവശ്യമായ ധ്യാനത്തിന് ആൾക്കാർ എത്തിച്ചേരും. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1-2 ദിവസം പ്രാർത്ഥിച്ചു, ദൈവമേ അവിടെ രക്തം ഒഴുകുന്നു, ഇവിടെ രക്തം ഒഴുകുന്നു, എന്തുകൊണ്ട് ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ മാതാവ് കരയുന്നില്ല? അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോഴാണ് ദൈവം ഉള്ളിൽ പ്രചോദനം തന്നു, എന്തിനാണ് പരിശുദ്ധ അമ്മ കരയുന്നതെന്ന് നീ നോക്കിയോ? അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മ കരഞ്ഞ എല്ലാ സ്ഥലങ്ങളിലെയും മെസ്സേജ് നോക്കിയപ്പോൾ കണ്ടു, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് അമ്മ കരഞ്ഞത്. അമ്മയുടെ രക്തക്കണ്ണുനീര് അമ്മ എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടോ, ലോകത്ത് എവിടെയെല്ലാം ആർക്കെല്ലാം ദർശനങ്ങൾ കൊടുത്തോ, അവിടെയെല്ലാം പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടത് പാപികളുടെ മാനസാന്തരമാണ്.
പാപികൾ മാനസാന്തരപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ പ്രഘോഷിക്കണം. അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കി, ഞാൻ എന്ത് ഭോഷനാണ്, ഞാൻ എത്രമാത്രം വളരെ മോശപ്പെട്ട വ്യക്തിയാണ്. കാരണം എൻ്റെ അമ്മ കരയുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എൻ്റെ അമ്മയുടെ കരച്ചിൽ മാറ്റുന്നതിന് എന്ത് ചെയ്യണമെന്നല്ല ഞാൻ ചോദിച്ചത്. എൻ്റെ ക്രിസ്ത്യൻ ധ്യാനഗതത്തിലുള്ള സ്റ്റാച്യുവിലും രക്തക്കണ്ണുനീരൊഴുകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സത്യം തിരിച്ചറിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മ കരയാൻ പാടില്ല, ലോകത്തുള്ള പരിശുദ്ധ അമ്മ കരയാൻ പാടില്ല. മറിച്ച് അമ്മയുടെ കണ്ണുനീര് മാറ്റണമെങ്കിൽ പാപി മാനസാന്തരപ്പെടണമെങ്കിൽ പാപിയോട് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കണം, ക്രിസ്തുവിനെ പ്രഘോഷിക്കണം, ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ വിളിക്കുവാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ. നിൻ്റെ വ്യക്തി ജീവിതത്തിൽ നീ ഏത് മേഖലയിലാണെങ്കിലും കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ. ഞാൻ ഈ ദിവസങ്ങളിൽ ഇന്നൊരു മീറ്റിംഗ് ചെന്നപ്പോൾ അവിടെ പ്രോഗ്രാമിൽ പങ്കെടുത്തൊരു വ്യക്തി ഇപ്രകാരം പറഞ്ഞു, വെളിച്ചങ്ങൾ ഒരു മുറിയിൽ ഒരുമിച്ച് കൂടിയിട്ട് ചർച്ച ചെയ്യുകയാണ് അന്ധകാരത്തെക്കുറിച്ച്. വെളിച്ചങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയുന്നു പുറത്തെല്ലാം അന്ധകാരമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചർച്ച ചെയ്ത് മുറിക്കാതിരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നീയാകുന്ന വെളിച്ചം, നിന്നിൽ പ്രകാശിക്കുന്ന ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ ഈ ലോകത്തിലെ അന്ധകാരത്തിൽ നിൽക്കുന്ന എല്ലാ മേഖലയിലേക്കും, എല്ലാ ഗോത്രങ്ങളിലേക്കും, എല്ലാ സമൂഹങ്ങളിലേക്കും വെളിപ്പെടുത്തി കൊടുക്കുവാൻ, സമൂഹത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത്, സിനിമാ രംഗത്ത്, മാധ്യമരംഗത്ത്, അങ്ങനെ സമസ്ത മേഖലയിലും, ബിസിനസ്സിൻ്റെ മേഖലയിൽ എല്ലാം നീ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ ക്രിസ്തു നിന്നെ വിളിക്കുന്നു, അഭിഷേകം ചെയ്യുന്നു. നീ ധൈര്യപൂർവ്വം ഇറങ്ങുക. ദൈവം നിൻ്റെ മേൽ അഭിഷേകം തന്നിട്ടുണ്ട്. ആ അഭിഷേകം ദൈവജനത്തിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. നീ ഈ സമയത്ത് ഭയപ്പെട്ടിരുന്നാൽ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ കണ്ടു. അദ്ദേഹം പള്ളിയിൽ പോകുന്നില്ല, ഞായറാഴ്ച ടി വിയിലൂടെ മാത്രം കുർബാന കാണുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇടവകയിൽ പോകാത്ത? ഇടവകയിൽ ആരുമില്ലല്ലോ, ഇടവകയിൽ പോയി കുറച്ച് ഗ്രൂപ്പിന് ഇവിടെ നിന്ന് ബലിയർപ്പിക്കാൻ മേലെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കൊറോണയെ പേടിയാണ്, പള്ളിയിൽ പോയാൽ കൊറോണ വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹം ചോദിച്ചു, താങ്കൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, അതെന്തിനു വേണ്ടിയാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട് നിലനിൽക്കുവാൻ, എൻ്റെ മക്കൾ പട്ടിണി കിടക്കാതിരിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, സ്വന്തം മക്കൾ പട്ടിണി കിടക്കാതിരിക്കുവാൻ, സ്വന്തം മക്കളുടെ ജീവൻ നിലനിർത്തുവാൻ റിസ്ക് എടുത്തും ഈ കൊറോണയുടെ കാലഘട്ടത്തിലും അയാൾ ജോലിക്ക് പോകുന്നു. പക്ഷേ ബലിയർപ്പിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹത്തിന് പോകാൻ മടി. പ്രിയപ്പെട്ടവരെ, ഈ ടൈപ്പിലല്ല നമ്മൾ വേണ്ടത്. മറിച്ച് എന്ത് റിസ്ക് എടുത്തും ഏതെല്ലാം കാലഘട്ടത്തിലൂടെ ഈ ദുരിതം നിറഞ്ഞ കാലഘട്ടത്തിൽ പോകുമ്പോൾ ഉള്ളിലേക്ക് വലിയാതെ ധൈര്യപൂർവ്വം മുന്നോട്ടിറങ്ങി സുവിശേഷം കൊടുക്കുവാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു. ഈ വിളിക്ക് പ്രത്യുത്തരം കൊടുത്താൽ മാത്രമേ ഉള്ളൂ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു പുതിയ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കാൻ വിളിയുള്ളവർ നിരന്തരം പ്രാർത്ഥിക്കട്ടെ, മോശയെപ്പോലെ പ്രാർത്ഥിക്കട്ടെ. ജോഷുവ ആകാൻ വിളിയുള്ളവർ, പ്രിയപ്പെട്ടവരെ, തൻ്റെ വീടും തൻ്റെ സമയവും താനായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി ധൈര്യപൂർവ്വം യുദ്ധഭൂമിയിലേക്ക്, സമൂഹത്തിലേക്ക് ഇറങ്ങുക, ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുക, ക്രിസ്തു നൽകുന്ന സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ തിരുസഭയെ മഹാജൂബിലിക്കാട് ഒരുക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഭയപ്പെട്ട് പിൻവാങ്ങിയാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ബൈബിളിൽ 1 മക്കബേയുടെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായത്തിൽ ഇപ്രകാരം സംഭവമുണ്ട്. 1 മക്കബേയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ അവിടെ യൂദാസിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ സംഘടിച്ച് യുദ്ധത്തിന് തയ്യാറാകുകയാണ്. അപ്പോൾ വിജാതീയരായ രാജാക്കന്മാർ ഒന്നിച്ചു വന്ന് ഇസ്രായേലിനോട് യുദ്ധത്തിന് വരികയാണ്. അങ്ങനെ യുദ്ധത്തിന് വരുമ്പോൾ ഇവർ ഫേസ് ടു ഫേസ് ഒരു നദിയുടെ തീരത്ത് വെച്ച് കാണുകയാണ്. ഇങ്ങേ സൈഡിൽ തിമോത്തിയോസിൻ്റെ നേതൃത്വത്തിലുള്ള വിജാതീയ സൈന്യം എന്ന് വെച്ചാൽ യഹൂദരല്ലാത്തവരെല്ലാം സംഘടിതമായി നിൽക്കുന്നു. മറു സൈഡിൽ എന്ത് ചെയ്യുന്നു? യൂദാസ് നേതൃത്വത്തിൽ ഇസ്രായേൽ സൈന്യം നിൽക്കുന്നു. അപ്പോൾ അതിന് 40-ാം വാക്യത്തിൽ സൈന്യാധിപനായ തിമോത്തിയോസിനോട് സേനാധിപന്മാരോട് പറയുന്നുണ്ട്. അവിടെ പറയുന്ന വാക്യതാണ്, അവൻ ആദ്യം നദി കടന്ന്
വന്നെങ്കിൽ നമുക്കവനെ ചെറുക്കുക സാധ്യമല്ല. ശ്രദ്ധിക്കണം, പറയുന്നതാണ്, ശത്രു പറയുകയാണ്, ഇസ്രായേൽ സൈന്യം ആദ്യമേ നദി കടന്ന് നീന്തി നമ്മളോട് യുദ്ധത്തിന് വന്നാൽ നമുക്കവരെ ചെറുക്കാൻ സാധ്യമല്ല. തുടർന്ന് പറയുകയാണ്, അവൻ നമ്മെ തോൽപ്പിക്കുമെന്ന് തീർച്ചയാണ്. മറിച്ച് ഭയം തോന്നി അവൻ അക്കരെ തന്നെ പാളയമടിച്ചാൽ നമുക്ക് നദി കടന്നു ചെന്ന് അവനെ തോൽപ്പിക്കാൻ സാധിക്കും. ബൈബിൾ കൃത്യമായിട്ട് പറയുന്നു, ഇന്നും നമ്മളോട് പറയുന്നതാണ്, നിങ്ങൾ ഈ സമയത്ത് ശത്രുവായ സാത്താൻ അല്ലെ അതുമായി ബന്ധപ്പെട്ട സമൂഹം പറയുന്നു, ദൈവമക്കൾ സഭ ഈ സമയത്ത് ധൈര്യപൂർവ്വം യുദ്ധരംഗത്ത് എന്ന് വെച്ചാൽ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ അവരെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ ഭയപ്പെട്ട് അവർ ഉള്ളിൽ നിൽക്കുകയാണ്, നദി നീന്തി കിടക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ശത്രു പറയാണ്, നമുക്ക് അങ്ങോട്ട് എന്ന് അവനെ തോൽപ്പിക്കാൻ സാധിക്കും. ഇവിടെ ഇന്ന് അനേകർ ഭയത്തിന് അടിമപ്പെട്ട് നിൽക്കുകയാണ്. നാം ഭയത്തിന് അടിമപ്പെട്ടാൽ നമുക്ക് ഈ സമയത്ത് വേണ്ടവണ്ണം ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ മുമ്പിൽ അനന്തമായ സാധ്യതകൾ കിടക്കുകയാണ്. ശുശ്രൂഷയ്ക്കായിട്ട് അനേക ധ്യാന ടീമിൽ ശുശ്രൂഷ ചെയ്തവരുണ്ട്. അവർ പലപ്പോഴും വിളിച്ചിട്ട് പറയാറുണ്ട്, എനിക്ക് യാതൊരു ശുശ്രൂഷയുമില്ല, ഇപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ നിരാശപ്പെട്ടിരിക്കരുത്. ഈ സമയത്ത് നിൻ്റെ ഇടവകയിൽ നീ പുതിയ ശുശ്രൂഷ തുടക്കം കുറിക്കുക. നിൻ്റെ ഇടവകയിൽ സീനിയർ സിറ്റിസണായ അനേകരുണ്ട്. അവർ കഴിഞ്ഞ 6 മാസമായി പള്ളിയിൽ വന്നിട്ട് ദേവാലയത്തിൽ വന്ന് കൂദാശകൾ സ്വീകരിച്ചിട്ട് യേശുവിനെ സ്വീകരിച്ചിട്ട് 6 മാസമായി. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ഫോൺ ചെയ്യുക. അവർക്ക് യേശുവിനെ സ്വീകരിക്കാൻ ഒരുക്കമാണെങ്കിൽ അവർ ടി വിയിലൂടെ യേശുവിനെ കണ്ടു കഴിയും. വിശുദ്ധ കുർബാന കണ്ടു കഴിയുമ്പോൾ വിശുദ്ധ നമ്മുടെ പ്രിയപ്പെട്ട വൈദികനോട് ചേർന്ന് നീ സഹായിച്ചാൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ അവർക്ക് വീട്ടിൽ കൊണ്ട് വിശുദ്ധ കുർബാന കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ആ പ്രായം ചെന്ന വ്യക്തികളുടെ ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് യേശുവിനെ കൊടുക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ അനേക ശുശ്രൂഷകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഭയപ്പെട്ടിരിക്കാൻ പാടില്ല. ഇന്ന് ലോകത്ത് നടക്കുന്ന ഒത്തിരിയേറെ തീവ്രവാദ പ്രവർത്തനങ്ങൾ, അത് മുഖാന്തരം ക്രിസ്തീയ രാജ്യങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, ക്രിസ്ത്യാനികൾ വധിക്കപ്പെടുന്നു. ഇത് കേട്ട് ഭയപ്പെട്ടിരുന്നാൽ നാളെ നമ്മൾ മരണത്തെ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല, പ്രതിഷേധിക്കാൻ പറ്റത്തില്ല, കാരണം അറിയത്തില്ല. നമ്മൾ ഭയപ്പെട്ടാൽ. എന്നാൽ ജോഷുവയെ പോലെ യുദ്ധഭൂമിയിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങിയാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മേൽ പുതിയൊരു അഭിഷേകം വന്ന് വീഴും. അതുവഴി അനേകരെ യേശുവിന് വേണ്ടി നേടാൻ സാധിക്കും. ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് യേശുവിനെ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ആരെയും കൊല്ലുവാൻ തോന്നത്തില്ല, മറിച്ച് അനേകർക്ക് അവരുടെ ജീവൻ കൊടുക്കാൻ സാധിക്കും. അതിനാൽ നമുക്ക് ഈ രാത്രിയിൽ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. നാം പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളെ കൈപിടിച്ച് ഉയർത്തും. കാലഘട്ടത്തിൽ ചോദിച്ച ഒരു പുതിയ നേതൃത്വത്തെ ദൈവം കൊണ്ടുവരും. സാമുവേൽ പ്രാർത്ഥിച്ചപ്പോൾ ദാവീദ് ഉദയം ചെയ്ത പോലെ ഈ രാത്രിയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഈ 4-ാം ദിവസത്തെ പ്രാർത്ഥനയോട് കടന്നു പോകുമ്പോൾ, വരും ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ കേരളത്തിൽ സഭയെ നയിക്കുവാൻ, അൽമായ ശുശ്രൂഷകളെ നയിക്കുവാൻ, ശക്തമായി നയിക്കുവാൻ ശക്തരായ നേതാക്കന്മാർ ഉദയം ചെയ്യും. ക്രിസ്തുവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ശബ്ദിക്കുവാൻ, പാർലമെൻറ്റ് ശബ്ദിക്കുവാൻ, സംസാരിക്കുവാൻ, നിയമസഭയിൽ ക്രിസ്തുവിന് വേണ്ടി ഉയർന്നു നിൽക്കുവാൻ, യേശുവിന് വേണ്ടി ഏറ്റുപറയുവാൻ, ബിസിനസ് മേഖലയിൽ ഏറ്റുപറയുവാൻ, സിനിമയുടെ മേഖലയിൽ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങനെ സമസ്ത മേഖലയിലും ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് ദൈവം അനേകരെ ഉണർത്തും, ഉയർത്തും ഈ ആരാധനയിൽ. അതോടൊപ്പം നാം ക്രിസ്തുവിനെ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളും, നിരപരാധികളെ കൊന്നൊടുക്കുന്ന പ്രവൃത്തികളും ഇല്ലാതാകും. കൃത്യമായിട്ട് വചനം പറഞ്ഞു, അവർ എന്നെയും എൻ്റെ പിതാവിനെയും അറിയാത്തത് കൊണ്ടാണ് അവർ അവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നെ വിശ്വസിച്ചുകൊണ്ട് അനേകരെ കൊല്ലാൻ ശ്രമിക്കുന്നത്. എല്ലാം പ്രിയപ്പെട്ട, നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു പുതിയ യുഗം വരുവാൻ, ഒരു പുതിയ ശക്തി വരുവാൻ. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് മോശയെ പോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, മോശയിൽ നിൻ്റെ വിളി ചിലപ്പോൾ ഈ ആരാധന സമയത്ത് ജോഷുവയുടെ വിളിയായിട്ട് മാറും. അപ്പോൾ നീ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു യുദ്ധരംഗത്തോട്ട് പോവുക,
മരണത്തെ മുഖാമുഖം ദർശിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക. ഏറ്റവും അവസാനം വായിച്ച വചനം ഓർക്കുക, ഭയപ്പെട്ട് പിൻവാങ്ങിയാൽ നിന്നെ ശത്രു തോൽപ്പിക്കുക തന്നെ ചെയ്യും. ശത്രുവാണ് പറയുന്നത്. യൂദാസിന്റെ നേതൃത്വത്തിൽ സൈന്യം നദി കുറുകെ കടന്ന് നമ്മളെ നേരിടാൻ വന്നാൽ നമുക്ക് തോൽപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് യൂദാസ് തൻ്റെ ജനത്തോട് പറയുന്നൊരു വാക്ക് വായിച്ച് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. യൂദാസ് എന്ന് പറഞ്ഞു, ആരെയും പാളയമടിക്കാൻ അനുവദിക്കരുത്, എല്ലാവരും യുദ്ധത്തിൽ ഏർപ്പെടട്ടെ. അവൻ ശത്രുക്കൾക്കെതിരെ ആദ്യം നദി കടന്നു, സൈന്യം അവനെ അനുഗമിച്ചു. ശ്രദ്ധിക്കുക, യൂദാസ് ധൈര്യപൂർവ്വം നദി കടന്നു. അവൻ മുന്നോട്ടിറങ്ങിയപ്പോൾ സൈന്യം മുഴുവൻ അതിൻ്റെ പുറകെ പോയി, ശത്രുവിനെ തോൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ യൂദാസ് ലഭിച്ച അഭിഷേകം നിങ്ങൾക്ക് ഈ രാത്രിയിൽ, ഈ ആരാധനയിൽ ദൈവം തരാൻ പോകുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. മോശയെ പോലെ പ്രാർത്ഥിക്കുവാൻ, ജോഷുവായെ പോലെ ധൈര്യപൂർവ്വം യുദ്ധത്തിൻ്റെ മുൻമരയിലേക്ക് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ദീപികാരനാഥനെ അൾത്താരയിലേക്ക് എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും സാധിക്കുമെങ്കിൽ മുട്ടുമേൽ നിന്ന് ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുക. കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കട്ടെ. കർത്താവ് നിങ്ങളെ ഉണർത്തട്ടെ. പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ സന്തോഷത്തിൻ്റെ കണ്ണുനീരാക്കി മാറ്റുവാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുവാൻ ഈ ആരാധനയിൽ അനേക ദാവീദുമാർ ഉദയം ചെയ്യുവാൻ, ഒരുപക്ഷെ വീണ വായിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം, മറ്റു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരിക്കാം. അവർ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് സഭയ്ക്ക് വേണ്ടി ശബ്ദിക്കുവാൻ, സഭയ്ക്ക് എതിരെ വരുന്ന ശത്രുവിനെ പ്രതിരോധിക്കുവാൻ, ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുവാൻ തയ്യാറാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് അനേക ജോഷുവമാരെ ഈ ആരാധനയിൽ ഉണർത്തിയെടുക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. ഈ രടിപാടി അൾത്താരയിലേക്ക് ദീപികാരനാഥനെ നമുക്ക് സ്വീകരിക്കാം. നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചേർന്ന് പാടാം. ആരാധനയും നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നമുക്ക് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ഈ ആത്മീയ യുദ്ധത്തിൽ നമ്മളെ സഹായിക്കുവാൻ പരിശുദ്ധ അമ്മ കൂടെയുണ്ട്. അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. എവിടെ ദീപികാരനാഥനുണ്ടോ അവിടെ അമ്മയുണ്ട്. സകല വിശുദ്ധരും മാലാഖമാരുമുണ്ട്. അവരോട് ചേർന്ന് ദീപികാരനാഥനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കാം. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചേർന്ന് പാടാം. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല
നാമമേ അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ ഇണയില്ല നാമമേ അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും എന്നേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയാ കൈകൾ വീശി ഹല്ലേലൂയാ ഹല്ലേലൂയാ ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. യേശുവേ, ആഗോള സഭയോട് ചേർന്ന് എല്ലാ വൈദികരോടും എല്ലാ സിസ്റ്റേഴ്സിനോടും എല്ലാ അൽമായ ശുശ്രൂഷകരോടും ചേർന്ന് എല്ലാ യുവതി യുവാക്കളോട് ചേർന്ന് കുട്ടികളോട് ചേർന്ന് ഈ സമയത്ത് ദൈവത്തെ ആരാധിക്കാം. കേരള സഭയാണ് വരും നാളുകളിൽ ആഗോള സഭയുടെ ശക്തമായ മുന്നേറ്റത്തിന് തുടക്കമിടേണ്ടത്. കർത്താവേ, സഭയെ ഉണർത്തണമേ, സഭയുടെ മേൽ പുതിയൊരു അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഭാ മക്കളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. വിദേശ രാജ്യങ്ങളായിരിക്കുന്ന എല്ലാ സഭാ മക്കളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. വഴിയും നീയേ സത്യവും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ സത്യവും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ ആശയും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ ആശയും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും എന്നേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയാ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയാ ഹല്ലേലൂയാ ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. യേശുവേ ആരാധന യേശുവേ സ്തുതിക്കാം. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. എല്ലാവരും സ്തുതിക്കുക. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, ആരാധന. ദിവികാരനാഥ, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ ആരാധന. രേമളകെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം. യേശുവേ എന്നൊക്കെ നന്ദി പറയുന്നു. നമ്മുടെ ഉള്ളിൽ ഈശോയുടെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ നിന്ന് നമ്മുടെ ജീവിതം മാറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചപ്പോൾ ഈശോ മുമ്പിൽ പ്രാർത്ഥിക്കാം. ക്രിസ്തുവാണ്, യേശുവാണ് നമ്മളെ പുതിയ സൃഷ്ടിയാക്കിയത്. എന്നാൽ ജീവിതയാത്രയിൽ
ഒരുപക്ഷെ നമ്മൾ അറിയാതെ ശത്രുവായ സാത്താൻ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്ഥാപനങ്ങളെല്ലാം ബിൽഡപ്പ് ചെയ്ത് കെട്ടിപ്പോക്കി. എന്നാൽ ക്രിസ്തുവിന് ഇന്ന് ആ സ്ഥാപനത്തിൽ സ്ഥാനമില്ലാതെ പോയി. മാപ്പ് ചോദിക്കാം. കർത്താവേ കരുണയായിരിക്കണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ടു പാറമേൽ പണിത ഭവനം ഏത് കാറ്റത്തും കോളത്തും നിലനിൽക്കുന്നു, എന്നാൽ മണൽ പണിത ഭവനം തകർക്കപ്പെടുന്നു. നമുക്ക് ക്രിസ്തുവിലേക്ക് തിരിച്ചു വരാം. ആ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക, ക്രിസ്തുവിനെ സകല മേഖല ഉയർത്തിപ്പിടിക്കുക. യേശു ദൈവപുത്രനാണ് സത്യം, ലോകരക്ഷകനാണ് സത്യം, സകലർക്കും വെളിപ്പെടുത്തി കൊടുക്കുവാൻ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ മേഖലകളെയും തുറന്നിട്ട് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു കുഞ്ഞിരടി പാടുമ്പോൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതയാത്രയിൽ എവിടെയാണോ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടത്, ക്രിസ്തുവുമായി ബന്ധം നഷ്ടപ്പെടുമ്പോൾ ക്രിസ്തു നമ്മൾ കാണിച്ചു തന്ന പിതാവായ ദൈവത്തോടുള്ള ബന്ധവും നഷ്ടപ്പെടുന്നു. ക്രിസ്തു നമ്മളെ സ്വർഗസ്ഥനായ പിതാവേ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചു. യോഹന്നാൻ 1:12 നമ്മൾ വായിക്കുന്നു, യേശുവിനെ സ്വീകരിച്ചവർക്കല്ല ദൈവമക്കളാകാൻ അവൻ കൃപ തന്നു. നാം ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ അടിമയല്ല, ദൈവത്തിൻ്റെ മക്കൾ. എഫ്രായിം, നീ എൻ്റെ വത്സലപുത്രൻ, നീ എൻ്റെ ഓമനക്കുട്ടൻ. ഈശോയെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ക്രിസ്തുവിൻ്റെലൂടെ പിതാവായ ദൈവത്തിലേക്ക് പോകുക. യേശു കൃത്യമായിട്ട് പറഞ്ഞു, ഞാനാകുന്ന വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല. പിതാവിൻ്റെ പക്കലേക്ക്, ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ക്രിസ്തു വന്നത്. അതിനവൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. ആത്മാവിനോട് പ്രാർത്ഥിക്കാം. ക്രിസ്തുവാകുന്ന മൂലക്കല്ലുമേ നമ്മുടെ വ്യക്തി ജീവിതം ഉറയ്ക്കാൻ പാടി പ്രാർത്ഥിക്കാം. ആത്മാവാലും ജലത്താലും എന്നെ നയിക്കണമേ യേശുവേ. ശക്തിയാലും ആത്മാവാലും ജലത്താലും എന്നെ നയിക്കണമേ യേശുവേ. സാധിക്കുമെങ്കിൽ നിങ്ങളുടെ 2 കൈ നിങ്ങൾ ശിരസിൽ വെച്ചുകൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മാവാലും ശക്തിയാലും എന്നെ നിറയ്ക്കണമേ യേശുവേ. ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. ആത്മാവാലും ശക്തിയാലും എന്നെ നിറയ്ക്കണമേ യേശുവേ. വീണ്ടും സാധിക്കുമെങ്കിൽ ഈശോയുടെ പക്കലെ കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബം ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ ഉറയ്ക്കട്ടെ. നിങ്ങളുടെ ജീവിത പങ്കാളി, മാതാപിതാക്കൾ, മക്കൾ, നിങ്ങളായിരിക്കുന്ന കമ്മ്യൂണിറ്റി ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കട്ടെ. ഈ ലോകത്തിലെ ഏതെങ്കിലും വസ്തുക്കളെ, വ്യക്തിയോ, സ്ഥാനമാനമോ പണമോ അല്ല, ക്രിസ്തുവിൽ, ക്രിസ്തുവിൻ്റെ വചനത്തിൽ അങ്ങനെ ഉറയ്ക്കുന്നൊരു കമ്മ്യൂണിറ്റിക്ക്, അങ്ങനെ ഉറച്ചു നിൽക്കുന്നൊരു കുടുംബത്തിന് എന്തെല്ലാം ശക്തമായ പകർച്ചവ്യാധികൾ വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, കൊടുങ്കാറ്റ് വന്നാലും തളരത്തില്ല. കർത്താവേ, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കമ്മ്യൂണിറ്റിയും ക്രിസ്തുവിൽ ഉറയ്ക്കട്ടെ. അതിനോടൊരു ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ, ഒരു വിവേകം തരണമേ. എവിടെയാണോ തെറ്റിപ്പോയത് അതിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വരുവാൻ ഈ ആരാധനയിൽ ഇപ്പോൾ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാലും ശക്തിയാലും എന്നെ നിറയ്ക്കണമേ യേശുവേ. ചേർന്ന് പാടാം. ആത്മാവാലും ശക്തിയാലും എന്നെ നിറയ്ക്കണമേ യേശുവേ. വീണ്ടും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ സഭയ്ക്ക്, ദേശത്തിന് ശക്തമായ നേതാക്കന്മാർ വേണം. അങ്ങനെ
ശക്തമായ നേതാക്കന്മാരെ നമുക്ക് ലഭിക്കണമെങ്കിൽ സാമുവേലിനെ പോലെ രാത്രികൾ വേദനയോടുകൂടി സഭയ്ക്കുണ്ടാകുന്ന, ദേശത്തിനുണ്ടാകുന്ന തകർച്ചയോർത്ത് വാവിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടാകണം. കർത്താവേ, സാമുവേലിനെ പോലെ പ്രാർത്ഥിക്കുന്ന അനേകരെ ഈ രാത്രിയിൽ നീ ഉണർത്തണമേ, അനേകരെ ഉണർത്തണമേ. കർത്താവേ, ഷാലോമിലൂടെ ഡാനിയൽ ഫാസ്റ്റിങ്ങിൽ വന്നു, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. മിസ്ബയിലൂടെ വീണ്ടും ഞങ്ങൾ ഷെഖാന ചാനലിലൂടെ ദിവസങ്ങളോളം പ്രാർത്ഥിച്ചു. വീണ്ടും ഷാലോമിലൂടെ ഞങ്ങൾ റോസറി വാർ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഇതാ സൈന്യങ്ങളുടെ സൈനാധിപയായ, സ്വർഗത്തിൻ്റെ സൈനാധിപയായ പരിശുദ്ധ അമ്മയുടെ ഈ 10 ദിവസത്തെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിൽ ഈ ദിവസങ്ങളിൽ സാമുവേലിനെ പോലെ പ്രാർത്ഥിക്കുന്ന, സഭയുടെ ഇപ്പോഴത്തെ തളർച്ചയോർത്ത് വാവിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന, ആത്മഭാരത്തെ പ്രാർത്ഥിക്കുന്ന സാമുവേലിനെ പോലെ അഭിഷേകമുള്ള വ്യക്തികളെ ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങൾക്ക് നൽകണമേ, എനിക്കും സഭയ്ക്കും നൽകണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മാവാലും ശക്തിയാലും സഭയെ നയിക്കണമേ യേശുവേ. ചേർന്ന് പാടാം. ആത്മാവാലും ശക്തിയാലും സഭയെ നയിക്കണമേ യേശുവേ. ആ പ്രാർത്ഥനയിലൂടെയാണ് പ്രിയപ്പെട്ടവരെ ദാവീദ് എന്ന് പറയുന്ന ഒരു പുതിയ നേതൃത്വം ഉയർന്നു വന്നത്. സാമുവേൽ നിരന്തരമുള്ള പ്രാർത്ഥന ഫലമായി അഭിഷേകം ചെയ്യപ്പെടുന്നു. ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന വീണവായനയിൽ കഴിവുള്ള വ്യക്തി, സംഗീതത്തിലും സാധാരണ ഒരു മനുഷ്യനെപ്പോലെ നിന്ന വ്യക്തിയെ, ആ യുവാവിനെ, ആ കുട്ടിയെ ദൈവം യുദ്ധഭൂമിയിലേക്ക് വന്നു ആ കാലഘട്ടത്തിൽ ഗോലിയാത്തിനെ തകർക്കാൻ ഉപയോഗിച്ചു. അവൻ്റെ കഴിവല്ല, ഒരു കുഞ്ഞു കല്ല്. ഇതുപോലൊരു ഈ കാലഘട്ടത്തിൽ തിന്മയെ പരാജയപ്പെടുത്തുന്ന പുതിയ ദാവീദുമാർ ഉദയം ചെയ്യുവാൻ, യേശുവിനെ കൊടുക്കുവാൻ, യേശുവിൻ്റെ നാമത്തിൽ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ പുതിയ ദാവീദിനെ ലഭിക്കാൻ പാടി പ്രാർത്ഥിക്കാം. ആത്മാവാലും ശക്തിയാലും സഭയെ നയിക്കണമേ യേശുവേ. ചേർന്ന് പാടാം. ആത്മാവാലും ശക്തിയാലും സഭയെ നയിക്കണമേ യേശുവേ. വീണ്ടും ഈശോ പറഞ്ഞു, നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അപ്രകാരം അവർ ചെയ്യാൻ കാരണം അവർ എന്നെയോ പിതാവിനെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ്. കർത്താവേ, എല്ലാവിധ തിന്മയുടെ പ്രവർത്തകരെയും സുവിശേഷവൽക്കരിക്കുവാൻ ഞങ്ങൾ പലപ്പോഴും അവരുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ അങ്ങ് ഞങ്ങളോട് പറയുന്നു, അവർ അങ്ങയെ അറിയാത്തത് കൊണ്ട്, പിതാവായ ദൈവത്തെ അറിയാത്തത് കൊണ്ട്, യേശുവിനെ അറിയാത്തത് കൊണ്ട്, യേശുവിൻ്റെ പീഡാനുഭവം, ഉത്ഥാനം ഇതൊന്നും തിരിച്ചറിയാത്തത് കൊണ്ട് അവർ അന്ധവിശ്വാസങ്ങൾക്കും അന്ധകാര വിശ്വാസങ്ങൾക്ക് അടിമപ്പെടുന്നതിനാൽ അവർ അനേകരെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈശോയെ, അവർക്ക് അങ്ങേ കൊടുക്കുവാൻ ശുശ്രൂഷകരായി ഞങ്ങളെ നയിക്കണമേ. സഭയിൽ നിന്ന് അനേക വ്യക്തികളെ ഉണർത്തണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മാവാലും ശക്തിയാലും സഭയെ ഉണർത്തേണമേ യേശുവേ. ആത്മാവാലും ശക്തിയാലും സഭയെ ഉണർത്തേണമേ യേശുവേ. വീണ്ടും ഈശോയുടെ കരങ്ങളിലേക്ക് സാധിക്കുമെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മോശയെപ്പോലെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ. ഇവിടെ മോശെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ ത്യാഗമെടുത്ത്, പരിത്യാഗമെടുത്ത്, വേദന സഹിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ പ്രാർത്ഥനയുടെ അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കട്ടെ, ഞങ്ങൾക്ക് ലഭിക്കട്ടെ. കർത്താവേ, കൃപ ലഭിക്കട്ടെ. ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ആത്മാവാലും ശക്തിയാലും സഭയെ ഉണർത്തേണമേ യേശുവേ. ഞങ്ങളുടെ കൂടെ ചേർന്ന് പാടുക. ആത്മാവാലും ശക്തിയാലും സഭയെ ഉണർത്തേണമേ യേശുവേ. വീണ്ടും കൈകൾക്ക് ദേഹത്തോട് ചേർത്ത് പിടിച്ച് മോശ പ്രാർത്ഥിച്ചപ്പോൾ ജോഷുവ യുദ്ധമുഖത്ത്
മരണത്തെ മുഖാമുഖം ലസിച്ചുകൊണ്ട് ശത്രുവിനോട് പോരാടി. കർത്താവേ, ഈ കാലഘട്ടത്തിൽ ജോഷുവമാരെ അങ്ങ് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 90 കാലഘട്ടങ്ങളിൽ സുവിശേഷവൽക്കരണം ദശകം പ്രഖ്യാപിച്ചപ്പോൾ, ക്രിസ്തു ജയന്തി 2000 പ്രഖ്യാപിച്ചപ്പോൾ അനേകർ ജോഷുവായെപ്പോലെ യുദ്ധഭൂമിയിലേക്ക് വന്ന് യുദ്ധം ചെയ്തു. അങ്ങനെയാണ് ഷാലോം ഷൈക്കാന ചാനൽ, ഇതുപോലെ TV ചാനൽ തുടങ്ങിയത്. അങ്ങനെ എത്രയോ ധ്യാന ടീമുകളുണ്ടായി, ധ്യാന കേന്ദ്രങ്ങളുണ്ടായി, അനേകം നവജീവൻ പോലെയുള്ള അനേകർക്ക് ആശ്വാസം കൊടുക്കുന്ന, കരുതൽ കൊടുക്കുന്ന കേന്ദ്രങ്ങളുണ്ടായി. ഇതേപോലെ ഈ കാലഘട്ടത്തിൽ അനേക ജോഷുവമാർ പുതിയ മേഖലകൾ വെട്ടിത്തുറക്കുവാൻ, ഇറങ്ങി പ്രവർത്തിക്കുവാൻ, തീവ്രവാദികളെ യേശുവിന് വേണ്ടി നേടുവാൻ, എല്ലാ ജാതികളെയും ഗോത്രങ്ങളെയും യേശുവിന് വേണ്ടി നേടുവാൻ, ഭാരതത്തെ നേടുവാൻ, ലോകത്തെ നേടുവാൻ, നഷ്ടപ്പെട്ട രാജ്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കുവാൻ. കർത്താവേ, ജോഷുവായെപ്പോലെ ധൈര്യപൂർവ്വം യുദ്ധഭൂമിയിലേക്ക് ജീവൻ കൊടുത്തും യുദ്ധം ചെയ്യുവാൻ കൃപ തരണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മാവാലും ശക്തിയാലും സഭയെ നയിക്കണമേ യേശുവേ. ആത്മാവാലും ശക്തിയാലും സഭയെ നയിക്കണമേ യേശുവേ. വീട് കൈകരുതത്തോട് ചേർത്ത് പിടിച്ച് നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കാം. അമ്മേ, 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 സഭയാണ് അമ്മേ. നമ്മുടെ അവസാന വാക്യം വായിച്ചു, യൂദാസിന്റെ യുദ്ധത്തിന് എന്ന് അത് സൈന്യമായിട്ട് നദിയുടെ അക്കരെ നിൽക്കുന്നു. ഇക്കരെ വന്ന ശത്രു സൈന്യം ഒറ്റയ്ക്കല്ല, അനേക വിജാതീയർ വിവിധ രാജ്യങ്ങൾ ഒന്നിച്ചു വന്നിരിക്കുകയാണ്. ആ വിജാതീയ സൈന്യാധിപൻ പറയുന്നൊരു വാക്കുണ്ട്, യൂദാസ് അവനും സൈന്യവും നദി നീന്തി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് വന്ന് നേരിട്ടാൽ നമ്മൾ പരാജയപ്പെടും. എന്നാൽ അവൻ ഭയപ്പെട്ട് അക്കരെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെന്ന് അവനെ നിഷ്പ്രയാസം തോൽപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നമ്മൾ ഭയപ്പെട്ട് നിൽക്കരുത്. ഈ കൊറോണയിലെ COVID-19 അതിൻ്റെ പേരിൽ നമ്മുടെ യുദ്ധമുഖത്ത് നിന്ന് മാറി നിൽക്കരുത്, ഉള്ളിലേക്ക് വലിയരുത്. മറിച്ച് ജോഷുവയെ പോലെ ധൈര്യപൂർവ്വം യുദ്ധമുഖത്തേക്ക് ഇറങ്ങുവാൻ യൂദാസ് ചെയ്തൊരു കാര്യമുണ്ട്. അവൻ്റെ ഉള്ളിൽ പ്രചോദനം കിട്ടിയപ്പോൾ അവനും സൈന്യവും, ഇസ്രായേൽ സൈന്യവും, അവൻ ആദ്യം നദി നീന്തി, തൊട്ട് പിന്നാലെ സൈന്യം മുഴുവൻ നീന്തിച്ചെന്ന് ശത്രുവിനെ പരാജയപ്പെടുത്തി അവരുടെ ആ ഇസ്രായേൽ രാജ്യത്തെ സംരക്ഷിച്ചു. ഇസ്രായേലിൻ്റെ അതിർത്തി വിസ്തൃതമാക്കി. നമ്മുടെ പ്രവർത്തനം വഴി, ശക്തമായ ശുശ്രൂഷ വഴിയാണ് പ്രിയപ്പെട്ടവരെ സഭയുടെ അതിർത്തികൾ വിസ്തൃതമാകുന്നത്, സഭയുടെ അതിർത്തിയിൽ സംരക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്രകാരം നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഈ തിരുസഭയെ സ്വന്തമായി സ്വീകരിക്കണം. സ്വന്തമായി സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഒന്നും തടസ്സമാകത്തില്ല. സ്വന്തം കുഞ്ഞിന് വേണ്ടി അവൻ എന്തും ചെയ്യും, സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യും. ഇവിടെ പറഞ്ഞു, പള്ളിയിൽ പോകാൻ മടിയാണ്, പക്ഷെ സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ പോകുവാൻ, ജോലിക്ക് പോകാൻ ഒരു പേടിയുമില്ല. ഇതേപോലെ സഭയെ സ്നേഹിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകുവാൻ. അമ്മേ, അമ്മേ, സഭയാണ് അമ്മേ. അമ്മ നിന്ദനെ വെക്കുമ്പോൾ എൻ്റെ ഉള്ളു പടയുവാൻ, എൻ്റെ ഉള്ളു വേദനിക്കുവാൻ, എൻ്റെ സഭാപിതാക്കന്മാർ മാർപ്പാപ്പ അപഹേളിക്കപ്പെടുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ, ധൈര്യപൂർവ്വം ഇറങ്ങി പ്രവർത്തിക്കുവാൻ, ധൈര്യപൂർവ്വം എനിക്ക് ദൈവം നിൽക്കുന്ന മീഡിയ ഉപയോഗിക്കുവാൻ, അങ്ങനെ സമസ്ത മേഖലയിലും സഭയെ സ്നേഹിക്കുന്ന വലിയൊരു സമൂഹം ഉയർത്തെഴുന്നേൽക്കാൻ ഈരടി പാടി നമ്മൾ പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി ശബ്ദിക്കുന്ന MLA-മാരുണ്ടാകണം, MP-മാരുണ്ടാകണം, പഞ്ചായത്തുകളുണ്ടാകണം, പഞ്ചായത്ത് മെമ്പർമാരുണ്ടാകണം. എല്ലാ മേഖലയിലും ക്രിസ്തുവിൻ്റെ ചൈതന്യം കൊടുക്കപ്പെടുവാൻ ഒരുമിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ, 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ
സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കാം. സഭയെ സ്നേഹിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി ശബ്ദിക്കുവാൻ, ജോഷുവയെ പോലെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ, യൂദാസിനെ പോലെ ധൈര്യപൂർവ്വം തിന്മയെ നേരിടുവാൻ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. പത്രോസാകും പാറമേൽ പണിതുയർത്തിയ തിരുസഭയെ കൂദാശകളാം തൂണിന്മേൽ കരുത്തു നൽകി വളർത്തി നീ. പത്രോസാകും പാറമേൽ പണിതുയർത്തിയ തിരുസഭയെ കൂദാശകളാം തൂണിന്മേൽ കരുത്തു നൽകി വളർത്തി നീ. സാർവത്രികവും ശ്ലൈഹികവും സർവമഹത്വം മുടിച്ചൂടി സർവാലങ്കൃതയായി നിൽക്കും തിരുസഭ മാതാവേ. സാർവത്രികവും ശ്ലൈഹികവും സർവമഹത്വം മുടിച്ചൂടി സർവാലങ്കൃതയായി നിൽക്കും തിരുസഭ മാതാവേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. ഈശോയുടെ കരങ്ങളിലേക്കെല്ലാം സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് എല്ലാത്തിനുമേലും ദൈവ കൃപയൊരുക്കുക. സ്വർഗത്തിലെ സൈനാധിപയോട് ചേർന്ന് സകല വിശുദ്ധരോടും മാലാഖമാരും സ്വർഗബന്ധങ്ങളോട് ചേർന്ന് ഈ കർത്താവ് രാത്രി അനേക ജോഷുവമാരെ ഉണർത്തിയവർ നന്ദി പറഞ്ഞുകൊണ്ട് അവരോട് ചേർന്ന് പുതിയ ദാവീദുമാരെ ഉദയം ചെയ്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊന്നേരം സ്വതന്ത്രമായിട്ട് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 യേശുവേ ആരാധന, യേശുവേ ആരാധന 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 ആരാധന. ദിവ്യകാരുനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങിയാണ്. നാം മാത്രമല്ല, നമ്മുടെ കൂടെ നമ്മുടെ പ്രാർത്ഥനയുടെ എല്ലാ ദേശക്കാരെയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുണ്ട്. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുസഭയുടെ മഹാജൂബിലി 2030 വേണ്ടി സഭയെ ഒരുക്കുവാൻ, യേശു 2ാം ലോകത്തെ ഒരുക്കുവാൻ അനേക ജോഷുവമാർ, അനേക ദാവീദുമാർ വരും നാളിൽ കേരള സഭയെ ഉദയം ചെയ്ത്, യൂദാസിനെ പോലുള്ള അനേക വ്യക്തികൾ ഉദയം ചെയ്ത് ശത്രുവിനെ നേരിട്ട് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാക്കാൻ ഒരുങ്ങാം. അതിനുവേണ്ടി ദിവികാ സന്നിധിയിലെ മുട്ടുമേൽ നിന്നുകൊണ്ട് സാധിക്കും മുട്ടുമേൽ നിന്നുകൊണ്ട് ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 ഈശോയ്ക്ക് ആരാധന 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 ഈശോയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
എന്നുമെന്നും അങ്ങേക്കാരാധന. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും,